യു പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ഉദ്യോഗസ്ഥരോട് തിരുവനന്തപുരത്ത് ഹാജരാകാൻ നിർദ്ദേശം. കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. കുട്ടനാട് സർക്കിൾ റേഞ്ച് ഇൻസ്പെക്ടർമാരെയാണ് വിളിപ്പിച്ചിട്ടുള്ളത്. ടിൻഡുദാസ് ചേരുന്നുണ്ട്. വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു യു പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവ് കൈവശം വെച്ച കേസ്. എന്തായാലും ഇന്ന് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എപ്പോഴാണ് ഹാജരാകേണ്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഇതിൽ ഈ യു പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവ് കൈവശം വെച്ച കേസിൽ എക്സൈസിന്റെ നടപടി എന്നാണ് ഇതിലൊരു സംശയം നിലനിൽക്കുന്നത്. കുട്ടനാട് റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യണം. ഈ യു പ്രതിഭ MLAയുടെ മകൻ കയ്യിൽ കഞ്ചാവ് കൈവശം വെച്ച കേസിൽ യു പ്രതിഭ എക്സൈസിനും അതോടൊപ്പം തന്നെ സർക്കാർ ഈ പോലീസിനും ഒക്കെ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയെന്നുള്ള കാര്യം വരേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതൊരു പ്രതികാര നടപടിയായി തന്നെ കണക്കാക്കാൻ കഴിയും. കാരണം നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെ പറ്റിയുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ യു പ്രതിഭയ്ക്ക് സംസാരിക്കാൻ അവസരമില്ലായിരുന്നിട്ട് പോലും എഴുന്നേറ്റുന്ന മന്ത്രിയോടായി പറയുന്നുണ്ടായിരുന്നു. പല കേസുകളിലും ഒരു തെളിവുമില്ലാതെയാണ് കുട്ടികൾക്കെതിരെ ഉൾപ്പെടെ നടപടിയെടുക്കുന്നത്. അതിന് മറുപടിയായിട്ട് എന്തിനായിരുന്നു അങ്ങനെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാരണമുള്ള കാര്യത്തിനായിരിക്കണം. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയും ഈ ഒരു നീക്കത്തിലേക്കും എക്സൈസ് കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ വിഷയത്തിനാണ് ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് MLAയുടെ പരാതിയിന്മേൽ ഒരു നടപടി എന്നോണം നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ കേസിൽ MLAയുടെ വശത്ത് നിന്നുകൊണ്ട് പോലീസ് പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. രജനി.